ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോശുവ അധ്യായം 17 ബൈബിൾ ക്വിസ്. യോസഫിന്റെ ആദ്യജാതൻ ആരായിരുന്നു? മനശ്ശെ. മനശ്ശെയുടെ ആദ്യജാതൻ ആരായിരുന്നു? മാഖീർ. ഗിലെയാദിന്റെ അപ്പൻ ആരായിരുന്നു? മാഖീർ. മനശ്ശെയുടെ മകനായ മാഖീർ എങ്ങനെയുള്ള ആളായിരുന്നു? യുദ്ധവീരനായിരുന്നു. മാഖീറിന് ഗിലെയാദും ബാശാനും ലഭിച്ചതെന്തുകൊണ്ട്? യുദ്ധവീരനായിരുന്നതുകൊണ്ട്. മനശ്ശെയുടെ ശേഷം പുത്രന്മാരായ ആർക്കെല്ലാം കുടുംബമായി ഓഹരി കിട്ടി? അബിയേസരിന്റെ മക്കൾ, ഹേലെക്കിന്റെ മക്കൾ, അസ്രിയേലിന്റെ മക്കൾ, ശേഖേമിന്റെ മക്കൾ, ഹേഫറിന്റെ മക്കൾ, ഷെമീദാവിന്റെ മക്കൾ എന്നിവർക്കും. സെലോഫഹാദ് ആരുടെ മകനായിരുന്നു? ഹേഫറിന്റെ. മനശ്ശെ ഗോത്രത്തിൽ ആർക്കാണ് പുത്രിമാർ മാത്രമുണ്ടായിരുന്നത്? മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹേഫറിന്റെ മകൻ ശെലോഫഹാദിന്. ശെലോഫഹാദിന്റെ പുത്രിമാർ ആരെല്ലാമായിരുന്നു? മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ. ശെലോഫഹാദിന്റെ പുത്രിമാർ ആരുടെ മുമ്പിൽ അടുത്തു ചെന്ന് ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു? പുരോഹിതനായ എലെയാസറിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്തു ചെന്നു. തങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ ആര് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ശെലോഫഹാദിന്റെ പുത്രിമാർ പറഞ്ഞത്. യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മനശ്ശെക്ക് യോർദാനക്കരെ ഗിലെയാദും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടിയതെന്തുകൊണ്ട്? മനശ്ശെയുടെ പുത്രിമാർക്ക് അവന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട്. ഗിലെയാദ് ദേശം ആർക്ക് കിട്ടി? മനശ്ശെയുടെ ശേഷം പുത്രന്മാർക്ക്. മനശ്ശെയുടെ അതിര് ആശേർ മുതൽ മിക്മെഥാത്ത് വരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആരുടെ അടുക്കലോളം നീണ്ടുകിടക്കുന്നു? എൻ തപ്പൂഹയിലെ നിവാസികളുടെ അടുക്കലോളം. തപ്പൂഹ ദേശം ആർക്കുള്ളതായിരുന്നു? മനശ്ശെക്കുള്ളതായിരുന്നു. തപ്പൂഹ ദേശം മനശ്ശെക്കുള്ളതായിരുന്നുവെങ്കിലും മനശ്ശെയുടെ അതിരിലുള്ള ഏത് പട്ടണം എഫ്രൈമർക്കുള്ളതായിരുന്നു?
തപ്പൂഹ പട്ടണം. തപ്പൂഹ പട്ടണം എവിടെയായിരുന്നു? മനശ്ശെയുടെ അതിരിൽ. തപ്പൂഹ ദേശം കഴിഞ്ഞ് പിന്നെ മനശ്ശെയുടെ അതിര് കാനാത്തോട്ടിങ്കലിന്റെ ഏത് ഭാഗത്തേക്ക് ഇറങ്ങുന്നു? തെക്ക്. മനശ്ശെയുടെ അതിര് എവിടെ അവസാനിക്കുന്നു? സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. കാനാത്തോട്ടിങ്കലിന്റെ ഏത് വശത്തുകൂടി ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു? വടക്ക്. തെക്കുഭാഗം ആർക്കുള്ളതാണ്? എഫ്രൈമിന്. വടക്കുഭാഗം ആർക്കുള്ളതാണ്? മനശ്ശെക്ക്. മനശ്ശെയുടെ അതിര് വടക്ക് ഏത് ഗോത്രത്തോടെ തൊട്ടിരിക്കുന്നു? ആശേരിനോട്. മനശ്ശെയുടെ അതിര് കിഴക്ക് ഏത് ഗോത്രത്തോട് തൊട്ടിരിക്കുന്നു? ഇസ്സാഖാരിനോട്. ഇസ്സാഖാരിലും ആശേരിലും മനശ്ശെക്ക് ഏതെല്ലാം പട്ടണങ്ങൾ ഉണ്ടായിരുന്നു? ബേത്ത്ശെയാനും അതിന്റെ അധീന നഗരങ്ങളും, ഇബ്ലെയാമും അതിന്റെ അധീന നഗരങ്ങളും, ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, എൻദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, താനാക് നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, മെദിഗോ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു. മനശ്ശെയുടെ മക്കൾക്ക് ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളവാൻ കഴിയാഞ്ഞതിനാൽ ആർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താൽപര്യം സാധിച്ചു? കനാന്യർക്ക്. ഇസ്രായേൽ മക്കൾ ബലവാന്മാർ ആയിത്തീർന്നപ്പോൾ കനാന്യരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് എന്ത് ചെയ്യിച്ചു? ഊഴിയവേല ചെയ്യിച്ചു. യോസേഫിന്റെ മക്കൾ യോശുവയോട് പറഞ്ഞതെന്ത്? യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നുറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്തെന്ന് ചോദിച്ചു. നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ ഏത് ദേശം എടുത്തുകൊള്ളുവിൻ എന്ന് യോശുവ യോസേഫിന്റെ മക്കളോട് പറഞ്ഞു. പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശം. പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് എങ്ങനെ സ്ഥലം വെട്ടി എടുത്തുകൊള്ളുവിൻ എന്നാണ് യോശുവ യോസേഫിന്റെ മക്കളോട് പറഞ്ഞത്. കാട് വെട്ടി. പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാടുവെട്ടി സ്ഥലം എടുത്തുകൊള്ളുവിൻ എന്ന് യോശുവ യോസേഫിന്റെ മക്കളോട് പറഞ്ഞത് എന്തുകൊണ്ട്? അവർ വലിയൊരു ജനമെങ്കിൽ എഫ്രൈം പർവ്വതം അവർക്ക് വിസ്താരം പോരാത്തതാകൊണ്ട്.
മലനാട് ഞങ്ങൾക്ക് പോരാ എന്ന് യോശുവയോട് യോസേഫിന്റെ മക്കൾ പറഞ്ഞതെന്തുകൊണ്ട്? താഴ്വേദി പ്രദേശത്ത് പാർക്കുന്ന കനാന്യരൊക്കെയും ഇരുമ്പ് രഥങ്ങൾ ഉള്ളതുകൊണ്ട്. യോശുവ യോസേഫിന്റെ കുലമായ എഫ്രയീമിനോടും മനശ്ശെയോടും പറഞ്ഞതെന്ത്? നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയും ഉണ്ട്. നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്കൊരു ഓഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളത് ആയിരിക്കണം എന്ന് യോശുവ പറഞ്ഞത് ആരോട്? യോസേഫിന്റെ കുലമായ എഫ്രയീമിനോടും മനശ്ശെയോടും പറഞ്ഞു. താഴ്വരയിൽ താമസിച്ചിരുന്ന കനാന്യർക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇരുമ്പ് രഥങ്ങൾ. മലനാട് കൈവശപ്പെടുത്താനുള്ള അവരുടെ കഴിവിനെക്കുറിച്ച് യോശുവ അവർക്ക് ഉറപ്പ് നൽകിയതെങ്ങനെ? അത് കാടാകുന്നുവെങ്കിലും നിങ്ങൾ അത് വെട്ടിത്തെളിക്കണം. കനാന്യർ ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.